ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത് ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല, ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കമൻറ്റ് പറയണം. SIT അന്വേഷിച്ച് SITയുടെ റിപ്പോർട്ട് തരട്ടെ. ഇതൊക്കെ നിങ്ങൾ വന്ന വാർത്തയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. SIT ഗവൺമെൻറ് മുമ്പാകെ റിപ്പോർട്ട് തരട്ടെ. റിപ്പോർട്ട് തരുമ്പോൾ അത് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കാം. നടപടി അതിൻ്റെ അകത്ത് ഇപ്പം എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ. ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ. ഇപ്പം പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാണ് അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.